എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര പോകാം. അപ്പോൾ ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടം. അപ്പോൾ ഈ കവാടം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലരാമപുരത്ത് നിന്ന് കാട്ടാക്കടയിലേക്ക് വരുന്ന റോഡിലേക്ക് ഊരുട്ടമ്പലത്തിന് അടുത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഒരു കവാടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കയറിയാൽ മതി, പടി മുഖാന്തരം നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇവർ ബാക്ക് സൈഡ് വഴി കാറ്, ഓട്ടോ, ബൈക്കൊക്കെ കയറുന്ന പുതിയൊരു വഴിയും കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് എൻ്റെ റീലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു അമ്പലത്തിൽ പോകാനുള്ളത്. ഫുള്ള് സ്റ്റെപ്പൊക്കെ വൈസ് കയറി പോകണം. അതായത് എറൗണ്ട് 300 പടി വരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് അമ്പലങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്ത്. ഞാൻ എല്ലാ മാസവും മിക്ക ദിവസവും ഒരു ദിവസമെങ്കിലും വരും. ഞാൻ എല്ലാ മാസവും പറ്റുമെങ്കിൽ ഒരു ദിവസമെങ്കിലും മിസ് ചെയ്യാതെ വരുന്ന ഒരു അമ്പലമാണ്. അതുമാത്രമല്ലാതെ ഷഷ്ടി, എല്ലാ മാസവും ഷഷ്ടി ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഷഷ്ടി എടുക്കാറ്. പൊതുവേ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യും ഈ ഇത്രയും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട്. എറൗണ്ട് ഒരു 300 പടിയാണ്. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അങ്ങ് കയറും. നമ്മുടെ ഏരിയ കാണുന്ന ഒരു അട്ടയാണ് ഇത്. നിങ്ങളുടെ എട്ട ഏരിയയിൽ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ അവിടെയൊക്കെ ഇത്രയും വലിയ അട്ട ഉണ്ടോ? ഇത് പൊതുവെ നമ്മുടെ ഈ ഏരിയയിൽ ഒരുപാട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ മല കയറുമ്പോൾ ഒരുപാട് കാണാം. പിന്നെ കുരങ്ങുകൾ ഒരുപാടുണ്ട്.
നമ്മൾ ടോപ്പെത്തി. ഇവിടെയാണ് വെടി നടത്തുന്ന സ്ഥലം. പക്ഷേ ഇന്ന് വെടിയൊന്നുമില്ല. ഇതാണ് വ്യൂ. ആ പടിയെല്ലാം കയറി കാലും കഴുകി ശുദ്ധമാക്കി അമ്പലത്തിലേക്ക് ഈ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 7 മണി 8 മണി 6 മണി 7 മണി 8 മണി ആ ഒരു ടൈമിൽ ഇതേപോലെ അമ്പലത്തിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് തന്നെ വേറെയാണ്. അമ്പലം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് അമ്പലം. ഇനി അമ്പലത്തിൻ്റെ ചുറ്റമ്പലം എന്ന് പറയുന്നതും ഇതാണ്. പോരാഞ്ഞിട്ട് ഒരു കൊടിമരം അമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അമ്പലം നാഗരുണ്ട്. പിന്നെ അമ്പലത്തിനകത്ത് മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ. പാർവതി ദേവിയുണ്ട്, ഗണപതിയുണ്ട്. ഈ 2 പേരുമാണ് അകത്തുള്ളത്. പുറത്ത് നവഗ്രഹങ്ങളും നാഗരും മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലീൻ ആൻഡ് നീറ്റായ ഒരു അമ്പലമാണ്. അതായത് മലയുടെ മുകളിലാണെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച വണ്ടി വരുന്ന അമ്പലത്തിൻ്റെ പുറക് സൈഡിലുള്ള വഴി ഇതാണ്. അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കാറോ ബൈക്കോ ഓട്ടോയോ നിങ്ങൾക്ക് വരാം. ഇപ്പോൾ പടി കയറാൻ വയ്യെങ്കിൽ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് ഇതായി ഈ ഓട്ടോ വരുന്ന പോലെ ഒരു ഓട്ടോ പുറത്തു നിന്ന് എടുത്താൽ മതി. നിങ്ങൾക്ക് അമ്പലത്തിൽ ബാക്ക് സൈഡിൽ അവർ ഓട്ടോയിൽ കൊണ്ടെത്തിച്ചേരും. നടക്കാൻ വയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ മാക്സിമം നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കയറി തന്നെ വരാൻ ശ്രമിക്കുക. ആ ഒരു സ്റ്റെപ്പ് ഒരുപാട് സ്റ്റെപ്പില്ല, ഒരു 300 സ്റ്റെപ്പേ ഉള്ളൂ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഞാൻ അമ്പലം മൊത്തം ചുറ്റി വലം വെച്ചു. പിന്നെ നാഗരുടെ പ്രതിഷ്ഠയും ഈ നവഗ്രഹ പ്രതിഷ്ഠയൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അമ്പലം അത് നേരിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നേരിട്ട് വരാൻ ശ്രമിക്കുക. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോയ സമയത്ത് നല്ലൊരു മഴയും കൂടെ രാവിലെ പെയ്തു. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ടൈമാണെന്ന് വെച്ചാൽ ഷഷ്ടിയോ അല്ലെങ്കിൽ വിശേഷ ദിവസമോ അല്ലാത്ത ടൈമിൽ രാവിലെ പോയാൽ വലിയ തിരക്ക് കാണാറില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ നമുക്ക് മുരുകനെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ആ ഒരു ക്ലൈമറ്റൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റോഡ്, കാട്ടാക്കടയിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ നിങ്ങൾ നോക്കിയാൽ മതി, മലയുടെ മുകളിൽ ഈ ഒരു അമ്പലം കാണാൻ പറ്റും. പ്രത്യേകിച്ച് അമ്പലം ഇപ്പോൾ റെഡ് കളറ് അടിപൊളിയായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ആ ഒരു പെയിൻ്റൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് താഴെ നിന്ന് തന്നെ കാണാൻ പറ്റും. മുകളിൽ നിന്നും താഴെ റോഡ് കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്കൊന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.